പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ മനുഷ്യഹൃദയത്തിൻ്റെ അറകളെക്കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞു. ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ ഏതെല്ലാമാണെന്നും ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന കുഴലുകൾ ഏതെല്ലാമാണെന്നും ഈ രക്തക്കുഴലുകൾ വന്നു ചേരുന്ന അറകളും പുറപ്പെടുന്ന അറകളും ഏതെല്ലാമാണെന്നും നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് വാൽവുകളുടെ സ്ഥാനത്തെക്കുറിച്ചും അവയുടെ ധർമ്മത്തെക്കുറിച്ചും പഠിക്കാം. Today we can study about the position and function of valves seen in the heart. ഹൃദയത്തിൽ കാണുന്ന 4 വാൽവുകളാണ് ബൈകസ്പിഡ് വാൽവ്, ട്രൈകസ്പിഡ് വാൽവ്, ശ്വാസകോശ ധമനി വാൽവ്, മഹാധമനി വാൽവ്. The 4 valves seen in the heart are bicuspid valve, tricuspid valve, pulmonary valve and aortic valve. ഹൃദയത്തിൽ 4 തരം വാൽവുകളാണ് കാണപ്പെടുന്നത്. ആദ്യത്തെ വാൽവാണ് ബൈകസ്പിഡ് വാൽവ്. ഇത് കാണപ്പെടുന്നത് ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിലാണ്. രണ്ടാമത്തെ വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. ഇത് കാണപ്പെടുന്നത് വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിലാണ്. മൂന്നാമത്തെ വാൽവാണ് ശ്വാസകോശ ധമനി വാൽവ്. ഇത് കാണപ്പെടുന്നത് ശ്വാസകോശ ധമനിയുടെ ആരംഭ ഭാഗത്താണ്. നാലാമത്തെ വാൽവാണ് മഹാധമനി വാൽവ്. ഇത് കാണപ്പെടുന്നത് മഹാധമനിയുടെ ആരംഭ ഭാഗത്താണ്. 4 valves are seen in the heart. The first one is bicuspid valve. It is seen in between left atrium and left ventricle. The second one is tricuspid valve. It is seen in between right atrium and right ventricle. The third one is pulmonary valve. It is seen where pulmonary artery originates. And the fourth one is aortic valve. And it is seen where the aorta originates. Pulmonary valve and aortic valve are seen in the starting point of pulmonary artery and aorta. ഇനി നമുക്ക് ഓരോ വാൽവുകളെ കുറിച്ചും വിശദമായി പഠിക്കാം. ഇടത് ഏട്രിയം ശുദ്ധരക്തം കൊണ്ടാണ് നിറയുന്നത്. ഇടത് ഏട്രിയത്തിലേക്ക് ശുദ്ധരക്തം കൊണ്ടുവരുന്ന കുഴലുകൾ നാം മുൻപ് പഠിച്ചതാണ്. അവയാണ് ശ്വാസകോശ സിരകൾ. വലത് ഏട്രിയം നിറയുന്നത് അശുദ്ധ രക്തം കൊണ്ടാണ്. അശുദ്ധരക്തത്തെ ഹൃദയത്തിന്റെ വലത് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരുന്ന രക്തക്കുഴലുകളാണ് ഊർധ മഹാസിരയും അധോ മഹാസിരയും. Left atrium is filled with the pure blood. We have already studied about the blood vessel which brings blood to the heart. It is the pulmonary veins which bring pure blood to the left atrium of the heart. The right atrium is filled with the impure blood. The blood vessels
which carry impure blood to the heart are superior vena cava and inferior vena cava. ഏട്രിയങ്ങൾ നിറയുന്നത് ഒരുമിച്ചാണ്. ഏട്രിയങ്ങൾ നിറയുമ്പോൾ അവ സങ്കോചിക്കുകയും രക്തം വെൻട്രിക്കിളുകളിലേക്ക് ഒഴുകുകയും ചെയ്യുന്നു. ഏട്രിയങ്ങളെയും വെൻട്രിക്കിളുകളെയും തമ്മിൽ വേർതിരിക്കുന്ന വാൽവുകൾ ഉണ്ട്. ഇടത് ഏട്രിയത്തെയും ഇടത് വെൻട്രിക്കിളിനെയും തമ്മിൽ വേർതിരിക്കുന്ന വാൽവാണ് ബൈകസ്പിഡ് വാൽവ്. അതുപോലെ വലത് ഏട്രിയത്തെയും വലത് വെൻട്രിക്കിളിനെയും തമ്മിൽ വേർതിരിക്കുന്ന വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. അപ്പോൾ ഇടത് ഏട്രിയവും വലത് ഏട്രിയവും ഒരുമിച്ച് നിറയുന്നു, അവ ഒരുമിച്ച് സങ്കോചിക്കുന്നു. അതിൻ്റെ ഫലമായി രക്തം അതാത് വെൻട്രിക്കിളുകളിലേക്ക് നിറയുന്നു. നിറയുന്നതിന് വാൽവുകൾ തുറക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇടത് ഏട്രിയത്തിൽ നിന്ന് ഉള്ള രക്തം ബൈകസ്പിഡ് വാൽവ് വഴി ഇടത് വെൻട്രിക്കിളുകളിലേക്കും വലത് ഏട്രിയത്തിൽ നിന്നുള്ള രക്തം ട്രൈകസ്പിഡ് വാൽവ് വഴി വലത് വെൻട്രിക്കിളിലേക്കും പ്രവേശിക്കുന്നു. വാൽവുകൾ രക്തത്തിൻ്റെ തിരിച്ചൊഴുക്ക് തടയുന്നതിനും സഹായിക്കുന്നു. The left atrium and the right atrium are filled with blood at the same time. When the atria are filled with blood, it contracts and the blood flow to the corresponding ventricles. That means the blood from left atrium flows to the left ventricle and the right atrium blood flows to the right ventricle. There are valves seen in between atria and ventricles. The valve seen in between left atrium and left ventricle is bicuspid valve, and the valve seen in between right atrium and right ventricle is tricuspid valve. So both the atria are filled with blood at the same time. They contract at the same time and blood flows to the corresponding ventricles at the same time. So when the atria filled with the blood, the valve should open. On the left side of the heart, the bicuspid valve open and blood flows from left atrium to the left ventricle. And on the right side, the tricuspid valve should open and blood flows from right atrium to the right ventricle. Valves also prevent the backward flow of blood. എന്താണ് ബൈകസ്പിഡ് വാൽവിൻ്റെ ധർമ്മം? ബൈകസ്പിഡ് വാൽവ് ഇടത് ഏട്രിയത്തിൽ നിന്ന് ഇടത് വെൻട്രിക്കിളിലേക്ക് രക്തം പ്രവേശിക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ ഇടത് വെൻട്രിക്കിളിലേക്ക് എത്തിയ രക്തം തിരികെ ഇടത് ഏട്രിയത്തിലേക്ക് പ്രവേശിക്കാതെ
തടയുകയും ചെയ്യുന്നു. എന്താണ് ട്രൈകസ്പിഡ് വാൽവിൻ്റെ ധർമ്മമെന്ന് നോക്കാം. ട്രൈകസ്പിഡ് വാൽവ് വലത് ഏട്രിയത്തിൽ നിന്ന് വലത് വെൻട്രിക്കിളിലേക്ക് രക്തം പ്രവേശിക്കുന്നതിന് സഹായിക്കുന്നു. അതോടൊപ്പം വലത് വെൻട്രിക്കിളിൽ നിന്ന് രക്തം തിരികെ വലത് ഏട്രിയത്തിലേക്ക് പ്രവേശിക്കാതെ തടയുകയും ചെയ്യുന്നു. ഇനി എന്താണ് ശ്വാസകോശധമനി വാൽവിൻ്റെ ധർമ്മമെന്ന് നോക്കാം. ശ്വാസകോശധമനി വാൽവ് വലത് വെൻട്രിക്കിളിൽ നിന്നും രക്തം ശ്വാസകോശ ധമനിയിലേക്ക് പ്രവേശിക്കുന്നതിന് സഹായിക്കുന്നു. അതോടൊപ്പം ശ്വാസകോശ ധമനികളിൽ നിന്ന് തിരിച്ച് വലത് വെൻട്രിക്കിളിലേക്കുള്ള രക്തത്തിൻ്റെ തിരിച്ചൊഴുക്ക് തടയുന്നതിനും സഹായിക്കുന്നു. അടുത്തതായി മഹാധമനി വാൽവിൻ്റെ ധർമ്മം പരിശോധിക്കാം. മഹാധമനി വാൽവ് രക്തത്തെ ഇടത് വെൻട്രിക്കിളിൽ നിന്നും മഹാധമനിയിലേക്ക് പ്രവേശിക്കുന്നതിന് സഹായിക്കുന്നു. അതോടൊപ്പം മഹാധമനിയിലേക്ക് പ്രവേശിച്ച രക്തം തിരിച്ച് ഇടത് വെൻട്രിക്കിളിലേക്ക് കടക്കുന്നത് തടയുകയും ചെയ്യുന്നു. What is the function of bicuspid valve? Bicuspid valve helps blood to enter the left ventricle from the left atrium, and it also prevents the backward flow of blood from the left ventricle to the left atrium. Now we can examine what is the function of tricuspid valve. Tricuspid valve helps blood to enter the right ventricle from the right atrium, and it also prevents the backward flow of blood from the right ventricle to the right atrium. We know the blood vessel which carry the impure blood from the heart is pulmonary artery. It is starting from right ventricle and takes the blood to the lungs. So, this valve is seen in the beginning of pulmonary artery. What is the function of pulmonary valve? Pulmonary valve helps blood enter the pulmonary artery. It also prevents the backward flow of blood from the pulmonary artery to the right ventricle. Aorta carries the pure blood from the left ventricle to the different parts of the body. In the beginning part of the aorta, aortic valve is seen. What is the function of aortic valve? Aortic valve helps the blood enter the aorta, and it also prevents the backward flow of blood from the aorta to the left ventricle. Okay, thank you students.